ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അതിപ്പോഴും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കഴിവില്ലാത്ത ശക്തിയില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കൂട്ടം പോലെയുള്ള ഒരു ശക്തിയായിട്ടാണ് കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ആ കോൺഗ്രസിന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ജനാധിപത്യത്തിനു വേണ്ടി അത് അർത്ഥപൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാനുള്ള കെൽപ്പില്ല. ഇങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇന്ന് രാജ്യത്തിലെ കോൺഗ്രസ്. ഇവിടെ ഒരു കാര്യം LDF പ്രവർത്തകന്മാരൊക്കെ ശ്രദ്ധിക്കണം. നാട്ടിലെ കോൺഗ്രസിന് അതിന്റെ ആത്മബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. നാട്ടിലെ മുസ്ലിം ലീഗിന് അതിന്റെ ആത്മബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ ആത്മവിശ്വാസം കൈമുതലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷേ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അപകടത്തിലേക്ക് നയിക്കും. എന്തുകൊണ്ട്? കേരളത്തിലെ രാഷ്ട്രീയ വലതുപക്ഷം ദുർബലമല്ല. കേരളത്തിലെ രാഷ്ട്രീയ വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് UDFന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികൾ മാത്രമല്ല. അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. നമ്മൾ പുറമെ കാണുന്നത് കോൺഗ്രസും ലീഗും അല്ലെ, അതിനെ മാത്രം നമ്മൾ പുറമെ കാണുന്നത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ വലതുപക്ഷം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ കൂടി ചേർന്നതാണ്. നിങ്ങൾ നോക്കൂ, അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം മനോരമ പത്രം, മാതൃഭൂമി പത്രം എങ്ങനെയാ വാർത്ത കൊടുത്തത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ തുടർ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്? അവർ പറഞ്ഞു അവിടെ ദാരിദ്ര്യം, ഇവിടെ ദാരിദ്ര്യം, അവിടെ ആസ്പത്രിയിൽ മരുന്നില്ല, അവിടെ ചികിത്സ കിട്ടുന്നില്ല. ഈ നേടിയിട്ട നേട്ടങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നുണപ്രചാരം വരെയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെ ഏറ്റെടുത്തത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MP ഗോവിന്ദൻ മാഷ് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ക്വാഡ് വർക്ക് നടത്തും അല്ലെ. ഒരു തെരഞ്ഞെടുപ്പിൽ 3-4 തവണ നമ്മൾ വീടുകളിൽ കയറി സ്ക്വാഡ് വർക്ക് നടത്തും. പക്ഷേ ഈ രാഷ്ട്രീയ വലതുപക്ഷത്തിന്റെ നാവ് ദൈനംദിനം വീടുകളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ നാവ് എന്ന് പറഞ്ഞാൽ ഈ മനോരമ, ഈ മാതൃഭൂമി, ഈ ചാനലുകൾ ദൈനംദിനം ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കുറച്ച് അതിനെ മറച്ചു വെച്ചുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയം ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിനെ കൂടി നമുക്ക് പ്രതിരോധിക്കാനാകും. അതുകൊണ്ട് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനവും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ കൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, നിങ്ങൾ ആരെ കൂട്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ശ്രമിക്കുന്നത്? സയ്യിദ് കുത്തൂബിന്റെ അനുയായികളെ കൂട്ടിയിട്ട്. ആരാ സയ്യിദ് കുത്തൂബ്? ഈജിപ്തുകാരാണ്. അവരുടെ ചരിത്രം എന്താണ്? 1928 ഈജിപ്തിൽ രൂപം കൊടുത്തിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ അന്നത്തെ നേതാക്കന്മാരാണ് ഈ സയ്യിദ് കുത്തൂബും ഹസനുൽ ബന്നയും മറ്റേ ആളും. അവരൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഈ ലീഗിന്റെ UDFന്റെ സഖ്യകക്ഷിയായിട്ട് മുന്നിൽ വരികയാണ്, നമ്മുടെ മുമ്പിൽ വരികയാണ്. കോൺഗ്രസുകാരെ അവകാശപ്പെടുന്നത് BJPക്ക് ബദൽ തങ്ങളാണ്, കോൺഗ്രസാണ്. ഇതാണ് അവർ അവകാശപ്പെടുന്നത്. ബീഹാറില് തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായുള്ള വിവരം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത് കോൺഗ്രസിന് 5 സീറ്റാണ് ബീഹാറിൽ ലഭിച്ചത്. 4 സീറ്റ്. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അവരെ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് BJPക്ക് എതിരായിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിവുള്ള ശക്തി. കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പൊതുവേദിയുടെ ഭാഗമായി അനുവദിക്കപ്പെട്ട സീറ്റുകളിലല്ലാതെ മത്സരിക്കാനുള്ള അഹങ്കാരമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നുകൂടി അടിവരയിട്ട് നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് BJPക്കെതിരായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള
ശക്തികളല്ല കോൺഗ്രസ് എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പിന്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ടത്. മറ്റൊരു സംഭവം നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സ്ഫോടനമാണ്. ആ സ്ഫോടനത്തിന്റെ വിശദാംശങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് എന്ന ഒരു ഭീകര പ്രസ്ഥാനമാണ് അവിടുത്തെ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. അതിന് അവരുടെ സ്രോതസ് വിദേശത്താണ്. കിട്ടിയെടുത്തുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ തുർക്കിയിലാണ് അത്രേ അതിന്റെ സ്രോതസ്. അപ്പൊ ആഗോളതലത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഭീകരതയുടെ തെളിവുകൾ നമ്മുടെ രാജ്യത്തും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നടന്നിട്ട് ഡൽഹി സ്ഫോടനം തെളിയിക്കുന്നത്. എല്ലാത്തിനെയും പിന്നിൽ എന്താണ്? മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സങ്കുചിതവാദമാണ്, മതത്തെ അടിസ്ഥാനത്തിലുള്ള ഭീകരവാദമാണ്. രാജ്യത്ത് RSS BJP ക്ഷമിക്കുന്നതും അത് തന്നെയാണ്. ഒരു മതരാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ് RSS ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, RSS രൂപപ്പെടുന്നത് 1925-ലാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 22 വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിൽ രൂപപ്പെടുത്ത ഒരു സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയംസേവക് സേന. സുബ്രഹ്മണ്യ ഷെറായിനെ പോലെയുള്ള ആളുകൾ എന്ത് ത്യാഗം സഹിച്ചും ഇന്ത്യക്കാരൻ ഭരിക്കണം, ബ്രിട്ടീഷുകാർ കടന്ന് പുറത്തു പോകണം, ആ ദേശസ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെട്ട് ത്യാഗപൂർവ്വം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ 22 വർഷവും ഷാഹിയിൽ കബഡി കളിച്ച് നടന്നവരാണ് RSS. അതിന്റെ പ്രചാരകനാണ് ഇപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചിട്ടാണ്. അധികാരത്തിൽ വന്നപ്പോ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചത് ഭീകരത അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷെ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ മോദിയുടെ ഭരണത്തിലും ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിൽ ഉള്ള അനുഭവം. BJP ഗവൺമെന്റ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല. നിങ്ങൾ നോക്കൂ, പഹൽഗാം ആക്രമണം, അതിർത്തി കടന്ന് ഭീകരന്മാർ ഇവിടെ വരുന്നു, പഹൽഗാമിലെ നിരപരാധികളെ കശാപ്പ് ചെയ്യുന്നു. എന്ത് സുരക്ഷാ സംവിധാനത്തിനെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിന് ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നതാണ്. അപ്പോ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭീകരതയുടെ എല്ലാ വേരുകളും പിഴുതെടുക്കും എന്നൊക്കെയുള്ള BJP ഗവൺമെന്റ് അവകാശവാദം പൊള്ളയാണെന്ന് തെളിയിക്കപ്പെടുന്ന നിലക്കുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഇവിടെ സമാധാനപരമായിട്ടുള്ള ജീവിതം തകർക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് രാജ്യത്തിലെ RSS BJPക്കും ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് RSS എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭീകര പ്രസ്ഥാനമാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ, സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് RSS ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണെന്നാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണ് RSS. രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ രാഷ്ട്രപതാക ഉയർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു അവകാശവാദം, ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. മോദി അതും നടത്തി. പക്ഷേ ഇന്ത്യയിൽ ഭീകരന്മാരായിട്ടുള്ള ആളുകൾ നുഴഞ്ഞു കയറുന്നു, ആക്രമണം നടത്തുന്നു, നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതൊന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ ഈ സുരക്ഷാ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നു? ഇതാണ് രാജ്യത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്. ആ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ
RSS BJPക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇപ്പൊ ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് അന്വേഷണ ഏജൻസികൾ ഉഷാറായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ വേരുകൾ എവിടെയാണ്, അവിടെ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ എവിടുന്ന് ശേഖരിച്ചു, അതിൽ ഉപയോഗിച്ച വാഹനങ്ങൾ എവിടെയാണ്, എവിടുന്ന് കൊണ്ടുവന്നു, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ആ അന്വേഷണത്തിനിടയിലാണ് ഇതിന് വിദേശ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളം പൊതുവിൽ ഈ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഗീയ ശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് കുറേയധികം മുക്തമായിട്ടൊരു സംസ്ഥാനമാണ്. മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്താണ് കേരളം. ആ മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇത്തരം മതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വളം നൽകുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങൾ നോക്കൂ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ എത്രയെത്ര ഭീകരാക്രമണങ്ങളാണ് നടന്നത്. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട വർഗീയ കലാപങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയുണ്ടായി. അതിന്റെ എല്ലാം പിന്നിൽ ഈ മതരാഷ്ട്രവാദികളുടെ മുദ്രാവാക്യമാണ്. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു അന്വേഷണ സംഘം എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയാണ്? നമ്മുടെ കോൺഗ്രസ്സുകാര് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയിലെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? മതരാഷ്ട്രം. RSS മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? മതരാഷ്ട്രം. സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് രാഷ്ട്രശില്പികൾ രാജ്യത്തിന്റെ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ മതനിരപേക്ഷത, ജനാധിപത്യം, സോഷ്യലിസം ഇതൊക്കെ ആ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു. അപ്പൊ RSS പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയല്ല ഭരണഘടന വേണ്ടത്, മനുസ്മൃതിയെ പിന്തുടർന്നിട്ടുള്ള നിയമങ്ങളാണ് ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടത്. ഇപ്പോഴത്തെ ഭരണഘടനയൊക്കെ പാശ്ചാത്യമായിട്ടുള്ള നിയമങ്ങളെ അനുകരിച്ചുകൊണ്ടാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്തിയവരാണ്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ ഈ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തീവ്രവാദവും ഭീകരവാദവും വളർത്താൻ ശ്രമിച്ച ശക്തികളാണ് RSSഉം ജമാഅത്തെ ഇസ്ലാമും. ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളും ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. എനിക്കറിയാം, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ ഭാഗമായിട്ടുള്ള 2 യുവജന സംഘടനകൾ ചേർന്നുകൊണ്ട് മലപ്പുറത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടി ഒരു സെമിനാറാണ്. ആ സെമിനാറിന്റെ വിഷയം എന്തായിരുന്നു? സെമിനാറിന്റെ വിഷയം മൗദൂദിയുടെ ദർശനങ്ങളെ പറ്റി പഠിപ്പിക്കുക എന്നതാണ്. മൗദൂദിയുടെ ദർശനങ്ങളെ പറ്റി മാനവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി, വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, രണ്ടുപേരും നടത്തിയത്. രാജ്യത്തിലെ മതനിരപേക്ഷ ശക്തികൾ അതിനെതിരായിട്ട് ശക്തമായി പ്രതികരിച്ചു. എന്തുകൊണ്ട്? ഈ മൗദൂദി സ്വാതന്ത്ര്യത്തിന് മുമ്പ് അന്നത്തെ ആന്ധ്രയുടെ ഭാഗമായിട്ടുള്ള ഹൈദരാബാദിൽ താമസിച്ച ഒരു വ്യക്തിയാണ്. അബ്ദുള്ള മൗദൂദിയുടെ താമസസ്ഥലം ഹൈദരാബാദായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു. ആ വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് മൗദൂദി തന്റെ ചില അനുയായികളെയും കൂട്ടി പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിലെ പിന്നെ താമസം. പാകിസ്ഥാനിൽ നിന്നുകൊണ്ടാണ് തന്റെ ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി 78 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ആ മൗദൂദിയുടെ ആശയങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് ഒരു സെമിനാർ നടത്തുകയാണ്. ആ സെമിനാറിൽ
മൗദൂദിയുടെ ദർശനം സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശത്തോടു കൂടിയാണ് എന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയാം, ഈ സ്വാതന്ത്ര്യ ഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ ഘട്ടത്തിൽ, ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ അവര് 99%, കേരളത്തിലാണെങ്കിൽ 99.9% എന്ന് പറയാവുന്ന നിലയ്ക്ക് തന്നെ മതേതര ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അവർ പാകിസ്ഥാനിൽ പോയില്ല. പാകിസ്ഥാനിൽ പോകാതെ മതേതര ഇന്ത്യയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ വേരുകളുള്ളത്, അതുകൊണ്ട് മതേതര ഇന്ത്യയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ഇവിടെ താമസിച്ചിട്ടുള്ള ആളുകളാണ് ഈ രാജ്യത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ. എന്നാൽ മൗദൂദി തന്റെ പൃഷ്ഠത്തിന്റെ പൊടിയും തട്ടി എവിടെ പോയി? പാകിസ്ഥാനിൽ പോയി. എന്തിനാണിപ്പോ മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കേണ്ട ആവശ്യം? മൗദൂദിയുടെ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ജമ്മു കാശ്മീരിൽ സംഘടനയുണ്ട്, ഇന്ത്യയിൽ വേറെ സംഘടനയുണ്ട്, പാകിസ്ഥാനിൽ സംഘടനയുണ്ട്, ബംഗ്ലാദേശിൽ സംഘടനയുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിച്ചുകൊണ്ട് ആഗോളതലത്തിലുള്ള ആശയപരവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാധീനത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു മതരാഷ്ട്ര സംഘടന. അതിന്റെ സ്ഥാപകനായിട്ടുള്ള മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് അതിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി. അത് അവരുടെയാണത് കോൺഗ്രസിന്റെ കൂടെ, മുസ്ലിം ലീഗിന്റെ കൂടെ. ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയാം, മോദി സർക്കാർ ഈ മൂന്നാമതും അധികാരത്തിൽ വന്നതിന് ശേഷം അവരൊരു നിയമം പാസാക്കി. ആ നിയമത്തിന്റെ പേരാണ് വഖഫ് ഭേദഗതി നിയമം. തീർച്ചയായിട്ടും അത് ഈ രാജ്യത്തിലെ ഇസ്ലാമിക വിശ്വാസികളുടെ വിശ്വാസപ്രകാരമുള്ള ജീവിതത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമാണ്. CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെ ശക്തമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ആ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്നു. കാരണം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ധനാഢ്യന്മാര് അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കുന്നു. അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇസ്ലാമിക ദർശനത്തിന്റെ ഭാഗമാണത് സക്കാത്ത്. അതേപോലെ പരമ്പരാഗതമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ആർജിച്ച സ്വത്തുകൾ സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യുന്ന, ഇഷ്ടദാനം നൽകുന്ന ഏർപ്പാടാണ് വഖഫിയ്യ എന്ന് പറഞ്ഞാൽ. ഒരാളുടെ സ്വത്ത് വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വഖഫിൽ ഇഷ്ടദാനം നൽകിയവർക്ക് പിന്നെ അവകാശമില്ല. ആ സ്വത്തിൽ നിന്നുള്ള വരുമാനം മുത്തവല്ലികൾ മുഖേന സമൂഹത്തിനുള്ളതാണ്, അനാഥന്മാർക്ക് സഹായം കൊടുക്കാനുള്ളതാണ്. ഈ വിശ്വാസ പ്രമാണത്തിന് നേരെയുള്ള നേരിട്ടുള്ള കടന്നാക്രമണം മോദി സർക്കാർ നടത്തി. അവർ പറഞ്ഞു, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വത്തുകൾ കൈയടക്കി വെച്ചിട്ടുള്ളത് വഖഫുകളാണ്, ഇതൊന്ന് പുനഃപരിശോധിക്കണം എന്നാണ് BJP-ക്കാർ ആവശ്യപ്പെട്ടത്. യാഥാർത്ഥ്യമല്ല. നമ്മുടെ രാജ്യത്തിലെ എത്രയോ ക്ഷേത്രങ്ങൾക്ക് 10,000-കണക്കിന് കോടി വില വരുന്ന സ്വത്തുകൾ ഇപ്പോഴും കൈവശമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതൊക്കെ BJP സർക്കാർ തെറ്റായ നിലക്ക് അവതരിപ്പിക്കുന്നതാണ്, മുസ്ലിം വിരോധം പ്രചരിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ രാജ്യത്തിലെ ജനാധിപത്യ ശക്തികൾ, CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ എതിർത്തിട്ടുള്ള ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ട് കോഴിക്കോട്ടെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു. ആര്? നേരത്തെ പറഞ്ഞിട്ടുള്ള വിദ്വാൻമാർ. ഇത് മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സെമിനാർ നടത്തിയിട്ടുണ്ട്. അതേ സംഘടനക്കാർ കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ആ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുമ്പോ മുന്നിൽ പിടിച്ചിട്ടുള്ള ഒരു ബാനറുണ്ട്. ആ ബാനറിൽ വലിയ നിലക്ക് ശ്രദ്ധ നേടും. ആ ബാനറിൽ 2 ഫോട്ടോസാണ്. ആ 2 പേരും ഇന്ത്യക്കാരാണ്. ആ 2 പേരും ഈജിപ്തുകാരാണ്. അവരുടെ പേര്, ഒരാളുടെ പേര് സെയ്ദ് കുത്തൂബ് എന്നാണ്. സെയ്ദ് കുത്തൂബ് ആരായി വിദ്വാൻ? നമ്മുടെ നാട്ടിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ
ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ കൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, നിങ്ങൾ ആരെ കൂട്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ശ്രമിക്കുന്നത്? സയ്യിദ് കുത്തൂബിന്റെ അനുയായികളെ കൂട്ടിയിട്ട്. ആരാ സയ്യിദ് കുത്തൂബ്? ഈജിപ്തുകാരാണ്. അവരുടെ ചരിത്രം എന്താണ്? 1928 ഈജിപ്തിൽ രൂപം കൊടുത്തിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ അന്നത്തെ നേതാക്കന്മാരാണ് ഈ സയ്യിദ് കുത്തൂബും ഹസനുൽ ബന്നയും മറ്റേ ആളും. ഈ സയ്യിദ് കുത്തൂബിനെ അന്നത്തെ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ആരുടേതാണ്? സെക്യുലറിസം, മതനിരപേക്ഷത പിന്തുടർന്നിട്ടുള്ള ഗമാൽ നാസറുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ലോകത്ത് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഉറച്ച നിലപാട്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുമായിട്ട് ഭരിക്കുന്ന ഗമാൽ നാസറുടെ ഗവൺമെന്റിനെതിരായിട്ട് കലാപം നടത്തിയ സംഘടനയുടെ പേരാണ് മുസ്ലിം ബ്രദർഹുഡ്. അതിന്റെ ഒരു നേതാവാണ്, സ്ഥാപകരാണ് ഈ സയ്യിദ് കുത്തൂബ്. അന്ന് ഗവൺമെന്റിനെതിരായിട്ട് കലാപം നടത്തിയ കേസിൽ കോടതിയിൽ വിചാരണ നടത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ചു, തൂക്കിക്കൊല്ലപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവിന്റെ ഫോട്ടോ അത് വേറെ പൊട്ടിച്ച് ഇന്ത്യയിലെ മോദി ഗവൺമെന്റിനെതിരായിട്ട് സമരം നടത്താൻ പുറപ്പെടുന്ന സംഘടനയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. നോക്കണം, മോദി ഗവൺമെന്റ് വഖഫ് ഭേദഗതി നിയമവും സയ്യിദ് കുത്തൂബും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈജിപ്തിലെ ഗവൺമെന്റ് അവിടുത്തെ മതനിരപേക്ഷ ഗവൺമെന്റിനെതിരായിട്ട് കലാപം നടത്തിയ കേസിൽ തൂക്കിക്കൊന്നിട്ടുള്ള ഈ സയ്യിദ് കുത്തൂബിന്റെ ഫോട്ടോയും പിടിച്ചിട്ട് മോദി സർക്കാർ തുലയട്ടെ, മോദി സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയതിൽ എന്ത് ന്യായീകരണമാണത്? ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം അവര് മതരാഷ്ട്രവാദികളാണ്. ആ ദൈവിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. ഹുക്കുമത്തെ ഇല്ല. പക്ഷെ ഈ നാട്ടിലെ കോൺഗ്രസുകാരോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇവരെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ നടക്കുന്നത്? നിങ്ങൾ നോക്കൂ, മറ്റേ ആളാരാണ്? ഇതേപോലെ നാസർ ഗവൺമെന്റിനെതിരായിട്ട് കലാപം നടത്തി അവിടെ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടയാളാണ് ഈ ഹസനുൽ ബന്ന. അപ്പോ സയ്യിദ് കുത്തൂബും ഹസനുൽ ബന്നയും തങ്ങളുടെ നേതാക്കന്മാരെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന രാജ്യദ്രോഹികളാണ് ഈ രാജ്യത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ, ഈ ലീഗിന്റെ, UDFന്റെ സഖ്യകക്ഷിയായിട്ട് മുന്നിൽ വരികയാണ്, നമ്മുടെ മുമ്പിൽ വരികയാണ്. രാജ്യത്തിലെ വർഗീയ ശക്തികളുടെ ഇപ്പോഴത്തെ പ്രത്യക്ഷപ്പെടൽ എങ്ങനെയാണ്? വർഗീയ ശക്തികൾ, തീവ്രവാദ ശക്തികൾ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ഐക്യത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഭജനത്തിന്റെ നാളുകളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, സാധാരണ മുസ്ലിങ്ങളെ, മതനിരപേക്ഷ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച മുസ്ലിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വരുന്നത്. ഇതിപ്പുറത്ത് RSS നടത്തുകയാണ്. ഞങ്ങൾ 100 വർഷമായി, ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ട് 100 വർഷമായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വാർത്ത പ്രചരിപ്പിക്കണം. അതിന് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരും വരുന്നു. അവർ ഹിന്ദു രാഷ്ട്രം, മതരാഷ്ട്രം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കുന്ന ഈ രാജ്യത്ത് മതരാഷ്ട്രവാദികളാണ് ജനങ്ങളുടെ സ്വൈര്യത്തിനും സമാധാനത്തിനും അപകടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നാം തിരിച്ചറിയുന്നത്. കലുഷിതമാണ് ഇന്ത്യ രാജ്യം. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവം, അവിടെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു വക്കീൽ, 72 വയസ്സായിട്ടൊരു വക്കീൽ,
അദ്ദേഹം നിൽക്കുന്നു, ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, കാലിന് ഷൂ ഊരി ചീഫ് ജസ്റ്റിസിനെ എറിയുന്നു. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുക അദ്ദേഹത്തിന് എന്തോ മനോനില തകരാറുണ്ട് എന്നാണ്, അല്ലെ? മനോനില തകരാറുള്ളായ ചില ഭരണകേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുള്ള അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരു വിദ്വാൻ കയറിയിരുന്നു. മനോനില തകരാറുള്ള ആളാണ്. ചെറുപ്പക്കാരനെ പിടിച്ചു മാറ്റി. വാർത്ത വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് യാതൊരു മനോനിലക്കും തകരാറില്ല. പിന്നെയോ 72 വയസ്സായിട്ടുള്ള പ്രാക്ടീസിങ് ലോയർ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിയമജ്ഞൻ, അദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞത്. പിടിച്ചു മാറ്റുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മത്തിനെതിരായി വന്നാൽ ഞാൻ ഇത്തരത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കും എന്നാണ്. സനാതന ധർമ്മം. പക്ഷെ ഇവിടെ സുബ്രഹ്മണ്യ ഷേണായി അടക്കമുള്ള നേതാക്കന്മാർ സനാതനത്വം അവസാനിപ്പിച്ച് മാറ്റത്തിനു വേണ്ടിയുള്ള പോരാട്ടം നയിക്കാനാണ് ശ്രമിച്ചത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദനും സ്വാമി ആനന്ദ തീർത്ഥനും ഒക്കെ പരിശ്രമിച്ചത് എന്താ? നിലവിലുള്ള തെറ്റായതിനെ തിരുത്താൻ അതിനാണ് ശ്രമിച്ചത്. ഇതാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം. സനാതനത്വം ഒഴിവാക്കിക്കൊണ്ട് ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് ജാതി മൂല്യങ്ങളെ, വർഗീയതയുടെ മൂല്യങ്ങളെ ഒക്കെ മാറ്റി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വലിയ ചരിത്രമുള്ള നമ്മുടെ രാജ്യത്ത് ഇപ്പോ മതരാഷ്ട്രവാദികൾ ഉറഞ്ഞു തുള്ളുന്നു. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായിട്ട് ഷൂ എറിഞ്ഞ സന്ദർഭത്തിൽ വക്കീലന്മാര് പ്രതിഷേധിച്ചു. വലിയ നിലക്ക് അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. നടപടിക്ക് ആവശ്യപ്പെട്ടു, നടപടി തീരുമാനിച്ചു. ആ ഘട്ടത്തിൽ ഒരു ഹിന്ദു തീവ്രവാദ സംഘടന പറഞ്ഞ അഭിപ്രായം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ പറഞ്ഞത്? സനാതന ധർമ്മം സംരക്ഷിക്കാൻ ഇപ്പൊ ഷൂ മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ, ഇനി തോക്കും വരാൻ വേണ്ടി പോവാ. മനസ്സിലായില്ലേ? സനാതന ധർമ്മം സംരക്ഷിക്കാൻ തോക്ക്. ഇപ്പോ സ്ഫോടക വസ്തു ബോംബായിട്ട് വരുന്നു, തോക്കായിട്ട് വരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ തോക്ക് വന്നത് വലിയ കാര്യമാണോ? തോക്ക് വന്നിട്ടുണ്ടല്ലോ മുമ്പും. 48 ജനുവരി മാസം 30-ാം തീയതി ഡൽഹിയിലെ ബിർള മന്ദിറിൽ മഹാത്മാഗാന്ധിയുടെ മാറിലേക്ക് വെടിയുണ്ട ഉതിർത്ത തോക്ക്. നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റ് വിനോദ് കൃഷ്ണ 9mm ബെരട്ട എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഗാന്ധി വധത്തിലേക്ക് എത്തിച്ചേർന്നത്. കാര്യം കൃത്യമായിട്ട് ആ നോവലിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഭീഷണി 2025 ഉയർന്നു വരുന്നത് ചീഫ് ജസ്റ്റിസിന് നേരെ ഉയർന്നിട്ടുള്ള ഷൂ പോലെ ഇനി തോക്കും ഉയരാൻ വേണ്ടി പോകുന്നു എന്നതാണ്. ഇതാണ് അപകടകരമായിട്ടൊരു തലം. ഇവിടെയാണ് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സാമൂഹ്യ നീതിക്കും വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി പോരാടുന്ന പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യം. അത്തരമൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആളാണ് സുബ്രഹ്മണ്യ ഷേണായി. ആ സുബ്രഹ്മണ്യ ഷേണായി കെട്ടിപ്പടുത്ത പ്രസ്ഥാനം കേരളത്തിൽ ജനങ്ങളെ പ്രബുദ്ധമാക്കി, ജനങ്ങളെ മുന്നോട്ട് നയിച്ചു എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെയും മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളുടെയും നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില നയങ്ങൾ ഈ കേരളത്തിൽ മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് ആധുനിക കേരളത്തിൽ നവകേരളത്തിലേക്കുള്ള യാത്ര ഉണ്ടായത്. ഇപ്പൊ നവകേരളത്തിന്റെ ബൃഹത്തായ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തുടനീളം കലങ്ങി വളർന്ന സാഹചര്യത്തിൽ ഇതാ ഈ കേരളം ഒരു മതനിരപേക്ഷതയുടെ സംരക്ഷിത സ്വത്തായിട്ട് നിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അഭിമാനിക്കാൻ വകയുള്ളത്. ഇന്ന് 2016 മുതൽ അധികാരത്തിലുള്ള സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് 10 വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. ആ 10 വർഷം പൂർത്തിയാവുന്ന ഈ ഗവൺമെന്റ് ഈ കേരളത്തെ അത്യുന്നതമായ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് പിണറായി സർക്കാരിന്റെ മാത്രം പ്രത്യേകതയില്ല. പിന്നെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എക്കാലത്തും മുന്നോട്ട് വെച്ച ബദൽ നയങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരമൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ കൊച്ചു കേരളം
ലോകത്തിനും ഇന്ത്യക്കും നൽകിയിട്ടുള്ള മഹത്തായ രാഷ്ട്രീയ സന്ദേശം കേരള പിറവിക്ക് ശേഷം ഉണ്ടായി. അതാണ് 57 ഏപ്രിൽ 5-ാം തീയതി കേരളത്തിൽ അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ശക്തിപ്പെട്ടു. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്ന ഈ നാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോ ആ സാമൂഹ്യ നീതി നേടുന്നതിന് വേണ്ടി, സാമൂഹ്യ നീതി ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി. കാർഷിക ബന്ധ ബിൽ പാസാക്കി. പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ നടപടികൾക്ക് തുടക്കം കുറിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരായിട്ടുള്ള കോൺഗ്രസ് എന്താ ചെയ്തത്? 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്തുള്ള EMS ഗവൺമെന്റിനെ ഭരിക്കാൻ പറ്റില്ല. 2 വർഷത്തേക്ക് അതിനെ 2 വർഷം പിന്നിട്ടപ്പോ ആ ഗവൺമെന്റ് തകർത്തു. അന്ന് 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്തു, 2 വർഷം. 67 വീണ്ടും വന്നു അതേ EMS. അന്ന് 7 പാർട്ടികൾ അടങ്ങിയിട്ടുള്ള മുന്നണിയുടെ തലവനായിട്ടാണ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്തു, 2 കൊല്ലം ഭരിക്കാൻ പറ്റില്ല. അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നു. നിങ്ങൾ നോക്കൂ, 2 കൊല്ലമേ ഭരിക്കാനായുള്ളൂ എങ്കിലും 57-ലെയും 67-ലെയും ഗവൺമെന്റുകൾ കാർഷിക ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ജന്മിത്വം അവസാനിപ്പിച്ചു. ഫലപ്രദമായിട്ടുള്ള നടപടിയാണ് പറഞ്ഞത്. 10 സെന്റ് കുടികളുടെ അവകാശം, 38 ലക്ഷം പേർക്ക് 10 സെന്റിൽ താമസിക്കാനുള്ള ഇടം, കിടപ്പാടം കൊടുത്ത ഒരു ഗവൺമെന്റ്. മിച്ചഭൂമി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കി. ആ ഗവൺമെന്റ് 2 കൊല്ലം കൊണ്ട് തകർത്തു. 80-ൽ നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു. അതിലും 5 കൊല്ലം ഭരിക്കാൻ പറ്റിയില്ല, 2 കൊല്ലം. ഇപ്പോ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നു, 5 വർഷം ഭരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചു. കാരണം ജനാധിപത്യ വ്യവസ്ഥയെ അർത്ഥപൂർണമാക്കുന്ന നിലയിലുള്ള നടപടികൾ കേരളത്തിലുണ്ടായി. ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ഇന്ത്യയിൽ തന്നെ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം എവിടെയുണ്ടായി? ഈ കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റുകാരാണ്. സുബ്രഹ്മണ്യ ഷേണായിയുടെ പ്രസ്ഥാനം ജനാധിപത്യത്തെ അർത്ഥപൂർണമാണ്. അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഫലപ്രദമായിട്ട് നടപ്പാക്കി. അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പുകൾ നടത്തി. അധികാരവും പണവും താഴെ തലത്തിലേക്ക് കൊടുത്തു. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് അതേവരെ കൈകാര്യം ചെയ്തിരുന്ന അധികാരം, പണം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി. വാർഡ് തലത്തിൽ ഗ്രാമസഭകൾ തുടങ്ങി മേലോട്ട്. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് 50% അധികാര പങ്കാളിത്തം നൽകിയിട്ടുള്ള സംവിധാനമുണ്ടായി. 27 വർഷങ്ങൾക്ക് മുമ്പ് വേറെ സംവിധാനം വന്നു. ജനസംഖ്യയിൽ പകുതിയിൽ അധികം വരുന്ന സ്ത്രീകൾക്ക് ശാക്തീകരണ പ്രസ്ഥാനം, കുടുംബശ്രീ. 98 തുടങ്ങിയതാണ് കുടുംബശ്രീ. ഇപ്പൊ എത്ര അംഗങ്ങൾ? 52 ലക്ഷം അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ സാമൂഹ്യ നീതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീക്ഷണം നടപ്പാക്കിയതിന്റെ ഫലമായിട്ടാണ്. ഇതാണ് ബദൽ നയം. ആ ബദൽ നയം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള കേരളത്തിലെ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ 5 കൊല്ലം ഭരിച്ചു. 21-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നു. ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ജനവിധി 21-ൽ ഉണ്ടായി. ഇപ്പൊ 25-ആണ്. 2026 ആകുമ്പോഴേക്ക് 10 വർഷം പൂർത്തിയാകും. ഈ 10 വർഷം കേരളത്തിന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി എന്നത് ഓരോ കേരളീയനും ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ബീഹാറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ നമ്മുടെ ചില യൂട്യൂബർമാർ ബീഹാറിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയി. ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയിട്ടുള്ള യൂട്യൂബർ അന്വേഷിച്ചു എവിടെയാണ് ശൗചാലയം. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് വഴിയോര വിശ്രമ കേന്ദ്രം അഥവാ വഴിയിടം. വഴിയാത്രക്കാർക്ക്
മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തണം. സൗജന്യമായിട്ട് വഴിയിടങ്ങൾ എല്ലായിടത്തും ഉണ്ടായി. അവിടെ ഇങ്ങനെ ശൗചാലയം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുള്ള യൂട്യൂബർ കണ്ടത് വെളിയിട വിസർജനമാണ്. മോഡലെ ചെറുപ്പകാലത്ത് കിണ്ടിയിലെ വെള്ളം എടുത്ത് വളർത്തി പോകുന്നുണ്ട് അല്ലേ? ഇപ്പൊ എല്ലാവർക്കും കക്കൂസ്. സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം പിന്നിട്ടുള്ള ഇന്ത്യൻ ഗ്രാമങ്ങളുടെ അവസ്ഥയാണ് ഈ യൂട്യൂബർമാർ ബീഹാറിൽ പോയി ചിത്രീകരിച്ചത്. ഇവിടെ വലിയ മാറ്റം ഉണ്ടായി. ആ മാറ്റങ്ങളുടെ ഒരു തുടർച്ചയെന്നോണം, ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പെന്നോണം കേരളപ്പിറവി ദിവസം 2025 നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തി. അതിദരിദ്രമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയിരിക്കുന്നു എന്ന്. അപ്പൊ കോൺഗ്രസ്സുകാർ തുടങ്ങി, BJP-ക്കാർ തുടങ്ങി, അവിടെ ദാരിദ്ര്യം ഇവിടെ ദാരിദ്ര്യം. ഇത് ജനങ്ങളുടെ കണ്ണിൽ തുടിയിടാനുള്ള ഒരു പ്രഖ്യാപനമായിരുന്നില്ല. പിന്നെയോ 2021 പിണറായി സർക്കാർ ജനവിധിയിലൂടെ അധികാരത്തിൽ വന്നതിന് ശേഷം ചേർന്നിട്ടുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗം അജണ്ട വെച്ച് ചർച്ച ചെയ്ത തീരുമാനമാണ്. അന്ന് തീരുമാനിച്ചു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണം. അതിനെന്താ വേണ്ടത്? അതീവ ദരിദ്രരെ കണ്ടെത്താൻ വേണ്ടി ചില മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തി അതിനെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചു. 64,006 കുടുംബങ്ങൾ. അപ്പൊ ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. മരുന്ന് ലഭ്യമാവാത്ത അവസ്ഥ, അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തു. ചിലർക്ക് വീട് താമസിക്കാനില്ലാത്ത അവസ്ഥ, അപ്പൊ അവർക്ക് വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. ഇങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമായിട്ടുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത്. 5 വർഷത്തെ യത്നത്തിന്റെ മുന്നിൽ. ആ യത്നത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്, BJP ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്, മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്, CPM ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്. എല്ലാ പഞ്ചായത്തിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹായത്നം നടത്തിയതിന്റെ പരിസമാപ്തിയായിട്ടാണ് നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത്. അപ്പൊ അതിനെ കൊച്ചാക്കി കാണിക്കുക. അവിടെ ദാരിദ്ര്യം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അതിപ്പോഴും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കഴിവില്ലാത്ത ശക്തിയില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കൂട്ടം പോലെയുള്ള ഒരു ശക്തിയായിട്ടാണ് കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ആ കോൺഗ്രസിന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി അത് അർത്ഥപൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാനുള്ള കെൽപ്പില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇന്ന് രാജ്യത്തിലെ കോൺഗ്രസ്. അതേസമയം ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേരളത്തിൽ നടപ്പാക്കുന്ന നയങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ളതാണ്. കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബദൽ നയങ്ങൾ എങ്ങനെ നടപ്പാക്കാം എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കേരളത്തിൽ നടപ്പാക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി കുറെ പ്രഖ്യാപനങ്ങൾ ഇപ്പൊ നടത്തിയിട്ടുണ്ട്. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം എങ്ങനെയാണ് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 62 ലക്ഷം പേർക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനാണ്. ആ പെൻഷൻ ആരുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കോൺഗ്രസ്സുകാർ ചിന്തിക്കണം. 80-ൽ നായനാർ അധികാരത്തിൽ വന്നപ്പോ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പ്രതിമാസം പെൻഷൻ കൊടുത്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതി. ആ തുടക്കം എങ്ങനെയാണ്? 45 രൂപ പ്രതിമാസം. അന്ന് കോൺഗ്രസ്സുകാർ പരിഹരിച്ചു. പ്രത്യുൽപാദനപരമല്ലാത്ത ചെലവാണ്. സർക്കാർ ഖജാനാവിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്കല്ലാതെ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാഴ്ചപ്പാട് കോൺഗ്രസും മറ്റും അവതരിപ്പിച്ചപ്പോൾ അതല്ല, നമ്മുടെ നാട്ടും പുറത്തെ പട്ടിണി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തുടക്കം 45 രൂപ. ഇപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്രയാ? 1600 ആയിരുന്നു. ഈ നവംബർ മാസം 1 മുതൽ അത് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുക.
നിങ്ങൾ അതിന്റെ ചരിത്രം നോക്കിയാലോ 45 റുപ്യയിൽ നിന്ന് 2000 റുപ്യയിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ. ഇടക്ക് 100 റുപ്യ വർദ്ധിപ്പിച്ചു കോൺഗ്രസിന്, അല്ലെ? ബാക്കിയെല്ലാം LDF കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ് വർദ്ധിപ്പിച്ചത്. അതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. വലതുപക്ഷത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള വികസന കാഴ്ചപ്പാട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നു. വികസനം എന്ന് പറഞ്ഞാൽ ഹരിശ്രീ തുടങ്ങേണ്ടത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ അഭിവൃദ്ധിയിൽ നിന്നാണ്. അതിന്റെ ഹരിശ്രീ തുടങ്ങേണ്ടത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇടതുപക്ഷം ഈ ബദൽ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്, പിന്നെയോ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയില്ലാത്ത ഏർപ്പാടാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ അവർ ചെയ്യുന്ന ജോലിക്ക് യാതൊരു പ്രതിഫലവുമില്ല. അവിടെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള യാതൊരു സാമൂഹ്യക്ഷേമ പെൻഷനും കിട്ടാത്തവരിൽ മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡ്, ഈ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം സഹായം ലഭ്യമാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ ബദൽ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടി. അവസാനം ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ട്, ക്ഷേമനിധി ആനുകൂല്യങ്ങളുണ്ട്. അതിന് പുറമെ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ഉള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ 31 ലക്ഷം സ്ത്രീകൾക്കാണ് ലഭ്യമാവാൻ വേണ്ടി. ഇപ്പൊ ഗവൺമെന്റ് ഓർഡർ വാങ്ങി പ്രാവർത്തികമാക്കാൻ വേണ്ടി പോവുകയാണ്. ആളെ കബളിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായി നടപ്പാക്കാവുന്ന പദ്ധതികളായിട്ട് ബദൽ നയങ്ങളുമായി ഇടതുപക്ഷം മുന്നോട്ട് വരികയാണ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനം, ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വലിയ പിന്തുണയാണ് കേരളത്തിലെ LDF സർക്കാർ കൊടുത്തത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് അവർക്ക് സഹായഹസ്തത്തിലൂടെ സഹായം ചെയ്തു. ഇപ്പോ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുടുംബശ്രീ സംവിധാനമുണ്ട്, അതിന്റെ ഒരു ശൃംഖലയിൽ താഴെ അയൽക്കൂട്ടം, അതിന് മേലെ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ADS, അതിന്റെ മേലെ CDS. ആ ADSകൾക്ക് 1000 റുപ്യ പ്രതിമാസം ഗ്രാന്റ്. സ്ത്രീ ശാക്തീകരണത്തിന്, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായ പദ്ധതി കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, യുവതീ-യുവാക്കൾക്ക് ഒരു ഗ്രാന്റ് നൽകാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ +2, ITI, ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകൾക്ക് ശേഷം വിവിധ നൈപുണി കോഴ്സുകൾ പഠിക്കുന്നവർക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും പ്രതിമാസം 1000 റുപ്യയുടെ സഹായം. രാജ്യത്ത് എവിടെയുണ്ട്? ഇവിടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ. ഇതുപോലെ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അണിനിരന്നിട്ടുള്ള ക്ഷേമനിധി നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയാണ്. ആ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലായി ക്ഷേമനിധി ബോർഡ്. കാരണം ഈ ആനുകൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതിനുള്ള വരുമാന സ്രോതസ് ഉണ്ടാവണം. വരുമാന സ്രോതസ് അടഞ്ഞുപോയി. ഇതിന്റെ ഫലമായിട്ടോ മാസങ്ങൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായി. അത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിലെ LDF സർക്കാർ 992 കോടി ഉറുപ്പിക ക്ഷേമനിധി ബോർഡിന് കടമെടുക്കാം, സംസ്ഥാന ഗവൺമെന്റ് ജാമ്യം നൽകാം. എന്നിട്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിക്കുള്ള ആ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ അത് നൽകും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലെ പാചക തൊഴിലാളികൾക്ക്, പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് ഒക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ആശ, അംഗൻവാടി വർക്കർമാർക്ക് ഒക്കെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല,
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് അത് വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലക്ക് അതിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനുള്ള സഹായധനം പ്രഖ്യാപിച്ചു. ഖാദി തൊഴിലാളികൾക്ക് എല്ലാ കാലത്തും പരമ്പരാഗത വ്യവസായങ്ങളെ അതിലേർപ്പെട്ട തൊഴിലാളികളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്. നിങ്ങൾക്കറിയാം, ഖാദി തൊഴിലാളി ഏറ്റവും ചുരുങ്ങിയ കൂലി മാത്രം ലഭിക്കുന്ന തൊഴിലാളിയാണ് ഖാദി തൊഴിലാളി. പയ്യന്നൂർ മേഖലയിൽ ധാരാളം തൊഴിലാളികളുണ്ട്. ആ ഖാദി തൊഴിലാളികൾക്ക് മിനിമം കൂലി കേരളത്തിൽ മാത്രമാണ്. മറ്റൊരു സംസ്ഥാനത്ത് മിനിമം കൂലിയില്ല. ഖാദി കമ്മീഷൻ കൊടുക്കുന്ന നിശ്ചയിച്ചിട്ടുള്ള കോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലി മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഖാദി തൊഴിലാളിക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെ മുന്നത്തെ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചതാണ് മിനിമം കൂലി. കോസ്റ്റ് ചാർട്ട് അനുസരിച്ച് ഖാദി കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച കൂലിക്ക് പുറമെ ഒരു മിനിമം കൂലി ഉറപ്പിക്കപ്പെടുന്നു. അപ്പൊ കോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലി കഴിച്ച് പ്രഖ്യാപിച്ച മിനിമം കൂലിയിൽ ബാക്കി വരുന്ന തുക സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പണം വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അതിൽ കുടിശ്ശിക വന്നു. നമ്മുടെ ഗവൺമെന്റ് തൊഴിലാളികളുടെ പ്രതിബദ്ധതയുള്ള ഗവൺമെന്റ് തീരുമാനിച്ചു പൂരക വരുമാന പദ്ധതി. ഇതാണ് കോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലിക്ക് പുറമെ പൂരക വരുമാന പദ്ധതി അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട തുകയിൽ 44 കോടി രൂപ ഇപ്പോ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ ഖാദി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി, തുണികൾ വിറ്റഴിക്കാൻ വേണ്ടി റിബേറ്റ് ആകാൻ വേണ്ടി ആ റിബേറ്റിന്റെ കാര്യത്തിൽ കുറെ കുടിശ്ശിക വന്നു. ആ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി 58 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖാദി സ്ഥാപനങ്ങൾക്കാകെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൈത്തറി തൊഴിലാളികൾക്ക് അവരുടെ കൂലിയുടെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നില്ല, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാസി മേഖല. നമ്മുടെ കേരളം ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നമ്മുടെ സഹോദരങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്ത് ഇങ്ങോട്ടയക്കുന്ന വരുമാനം. നമ്മുടെ ജീവിത നിലവാരത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ പ്രവാസി സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ലോക കേരള സഭ അങ്ങനെയാണ് രൂപപ്പെടുന്നത്. ഞാനൊക്കെ MLA ആയിരുന്നു. MLA ഘട്ടത്തിൽ അപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലൊക്കെ ഞങ്ങൾ അന്വേഷിക്കും എത്രയുണ്ട് കേരളത്തിൽ പ്രവാസികൾ. അവിടെ അമേരിക്കയിൽ, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, ഗൾഫ് മേഖലയിൽ, യൂറോപ്പിൽ, അതുപോലെ ആഫ്രിക്കയിലൊക്കെ എത്ര മലയാളികളുണ്ട് എന്നുള്ള കണക്ക് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. പ്രവാസികളുടെ കണക്കെടുത്തു. 12 ലക്ഷം പ്രവാസികൾ. ആ 12 ലക്ഷം പ്രവാസികൾ ഉൾക്കൊള്ളുന്ന വിവിധ രാജ്യങ്ങളിലെ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ലോക കേരള സഭ മറ്റെവിടെയുണ്ട്? ഇവിടെയുണ്ട്, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം. ആ പ്രവാസി മേഖലയിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. അതിന് പെൻഷൻ ഏർപ്പെടുത്തി, പ്രവാസി ക്ഷേമ പെൻഷൻ. ആ പെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹായധനം പ്രഖ്യാപിച്ചു 70 കോടി രൂപ. ഇനിയാണ് കേരളത്തിൽ ബദൽ നയങ്ങൾ നടപ്പാക്കുന്നത്. അപ്പോ ബദൽ നയങ്ങൾ ഇതിനു വേണ്ടിയിട്ടതാണ്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും സഹായിക്കുന്നതിനുള്ള ഒന്നാണ് ബദൽ നയങ്ങൾ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ പശ്ചാത്തല സൗകര്യ വികസനം, നമ്മുടെ റോഡുകൾ എത്രമാത്രം വികസിച്ചു. ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലുള്ള സമയത്ത് മാത്രമാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ റോഡിന്റെ കാര്യം പരിഗണിച്ചത്. ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നപ്പോഴാണ് ഓരോ ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിൽ ടാറിട്ട റോഡ് ഫലവത്തായത്. അതിന് മുമ്പേ ടാറിട്ട റോഡ്, മണ്ണിട്ട റോഡ്. ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നപ്പോഴാണ് ടാറിട്ട റോഡുകൾ വന്നത്. ഇപ്പോ മെക്കാടം ടാറിങ്, പാലങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ, ആസ്പത്രി കെട്ടിടങ്ങളൊക്കെ വരുന്നു. എങ്ങനെയാണ് ഈ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കിയത്? അങ്ങനെയാണ് ബഡ്ജറ്റിന് പുറത്ത് വരുമാനം ഉണ്ടാക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതി സ്വപ്നം കണ്ടത്. സ്വപ്നം ചിലർക്ക് ചിലകാലം ഒത്തിടും എന്നാണ് പ്രമാണം. അതുപോലെ ആ സ്വപ്നം യാഥാർത്ഥ്യമായത്. അതിനുണ്ടാക്കിയതാണ് കിഫ്ബി. ആ കിഫ്ബി വെറും സ്വപ്നമായി അവസാനിക്കുമെന്നാണ് കോൺഗ്രസുകാർ പ്രഖ്യാപിച്ചത്.
പക്ഷേ ആ കിഫ്ബി പദ്ധതി വഴി ഈ 10 വർഷത്തിനകം കേരളത്തിൽ 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് സാധാരണഗതിയിൽ നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ആ വരുമാനം കൊണ്ട് നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിർവഹിക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനം, റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കി കിഫ്ബി, ആ കിഫ്ബി വഴി വരുമാനം ഉണ്ടാക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഈ ഗവൺമെന്റ് അല്ലാതെ, ഈ രാഷ്ട്രീയ സംവിധാനമല്ലാതെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് ഉതകുന്ന ഏതൊരു രാഷ്ട്രീയ സംവിധാനമാണുള്ളത്. അവിടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് നമ്മുടെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഈ യാഥാർത്ഥ്യങ്ങൾ ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഡിസംബർ 11-ന് 14 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 6 കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 87 മുനിസിപ്പാലിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 941 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഇത്രമേൽ ഫലപ്രദമായി നടപ്പാക്കിയിട്ടുള്ള വേറൊരു സംസ്ഥാനത്ത്, അതും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അധികാര വികേന്ദ്രീകരണം. ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കുന്നതിന് വേണ്ടിയുള്ള അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായത് കോൺഗ്രസിന്റെ ഭരണഫലമായിട്ടല്ല, CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ ഫലമായിട്ടാണ് ഈ മാറ്റം ഉണ്ടായത്. അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു ഇടതുപക്ഷം. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജനപ്രതിനിധികൾ 50%-ലധികം സ്ത്രീകളാണ്. ഒരു കാലത്ത് ഉണ്ടായിരുന്ന ധാരണ സ്ത്രീകൾക്ക് ഭരിക്കാൻ പറ്റില്ല, അതിന് കഴിവില്ലായിരുന്നു. പക്ഷെ എത്രയോ കഴിവ് തെളിയിച്ച ഭരണകർത്താക്കൾ ഈ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നവകേരള സൃഷ്ടി, അതിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷക്കാലം മികവുറ്റ ഭരണം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ അതിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒട്ടേറെ നേട്ടങ്ങളുണ്ട് ഓരോ പ്രദേശത്തും. അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റികളുടെ നടപടികൾ എന്തൊക്കെയാണ് നാട്ടുകാരുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ വരികയാണ്. ഇത് മാത്രമല്ല, വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനുള്ള ബൃഹത്തായ ഒരു പദ്ധതി ലൈഫ് മിഷൻ, 5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു. ഇതിലെ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എത്ര പേർക്കാണ് വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തത് എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൃത്യമായ മറുപടി പറയും. ഇത്ര പേർക്ക് ഞങ്ങൾ കൊടുത്തു. ഇത് മാത്രമല്ല, നമ്മുടെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ, അതുപോലെ തന്നെ പൊതുവിലുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഒക്കെ ഓരോ ഭരണസമിതിയും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന പുസ്തകം പോലെ വായിക്കാൻ കഴിയുന്ന വിധം അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ഫലപ്രദമായിട്ടുള്ള തദ്ദേശ ഭരണം ഉറപ്പുവരുത്താനാവുക. അതിനുവേണ്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നമ്മൾ പ്രധാനമായി കാണുന്നു. നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യ നീതിയും വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ മറികടന്നുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷ മൂല്യങ്ങൾ, സാമൂഹ്യ നീതിയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മാത്രമാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാനുള്ള നല്ല ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം, പിന്തുണയാണ് വേണ്ടത്. LDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേറൊരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലങ്ങി മറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വെള്ളി വെളിച്ചം പോലെ നിൽക്കുന്ന ഒന്നാണ്
CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ തുടർന്നും അധികാരത്തിൽ വരണം എന്നാണ് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നത്. അതിനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെ യഥാർത്ഥ ബദൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. BJPക്ക് ബദൽ കോൺഗ്രസ് അല്ല. BJPക്ക് ബദൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലോ കോൺഗ്രസ് പങ്കാളിത്തം വഹിച്ചുകൊണ്ടോ ഉള്ള മുന്നണിയല്ല. CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് യഥാർത്ഥ ബദലെന്ന് ഈ കേരളം അനുഭവത്തിലൂടെ തെളിയിച്ചത്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും LDFന് നല്ല വിജയം നേടാൻ വേണ്ടി കഴിയണം. അതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2 തെരഞ്ഞെടുപ്പുകളും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. ഇവിടെ ഒരു കാര്യം LDFന്റെ പ്രവർത്തകന്മാരൊക്കെ ശ്രദ്ധിക്കണം. നാട്ടിലെ കോൺഗ്രസിന് അതിന്റെ ആത്മബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. നാട്ടിലെ മുസ്ലിം ലീഗിന് അതിന്റെ ആത്മബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ ആത്മവിശ്വാസം കൈമുതലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷേ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അപകടത്തിലേക്ക് നയിക്കും. എന്തുകൊണ്ട്? കേരളത്തിലെ രാഷ്ട്രീയ വലതുപക്ഷം ദുർബലമല്ല. കേരളത്തിലെ രാഷ്ട്രീയ വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് UDFന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികൾ മാത്രമല്ല. അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. നമ്മൾ പുറമെ കാണുന്നത് കോൺഗ്രസും ലീഗും അല്ലെ, അതിനെ മാത്രമാണ് നമ്മൾ പുറമെ കാണുന്നത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ വലതുപക്ഷം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ കൂടി ചേർന്നതാണ്. നിങ്ങൾ നോക്കൂ, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം മനോരമ പത്രം, മാതൃഭൂമി പത്രം എങ്ങനെയാ വാർത്ത കൊടുത്തത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ തുടർ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്? അവർ പറഞ്ഞു അവിടെ ദാരിദ്ര്യം, ഇവിടെ ദാരിദ്ര്യം, അവിടെ ആസ്പത്രിയിൽ മരുന്നില്ല, അവിടെ ചികിത്സ കിട്ടുന്നില്ല. ഈ നേടിയിട്ട നേട്ടങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നുണപ്രചാരം വരെയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെ ഏറ്റെടുത്തത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MP ഗോവിന്ദൻ മാഷ് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ക്വാഡ് വർക്ക് നടത്തും അല്ലെ. ഒരു തെരഞ്ഞെടുപ്പിൽ 3-4 തവണ നമ്മൾ വീടുകളിൽ കയറി സ്ക്വാഡ് വർക്ക് നടത്തും. പക്ഷേ ഈ രാഷ്ട്രീയ വലതുപക്ഷത്തിന്റെ നാവ് ദൈനംദിനം വീടുകളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ നാവ് എന്ന് പറഞ്ഞാൽ ഈ മനോരമ, ഈ മാതൃഭൂമി, ഈ ചാനലുകൾ ദൈനംദിനം ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കുറച്ച് അതിനെ മറച്ചു വെച്ചുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയം ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പ്രതിരോധിക്കാനാകും. അതുകൊണ്ട് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് CPIM പാർട്ടി പ്രവർത്തകന്മാരോട് പറയുന്നത്, നിങ്ങൾ എല്ലാ തലങ്ങളിലും എല്ലാ വീട്ടിലും ദേശാഭിമാനി എത്തിക്കണം. ഇതിനെ കൗണ്ടർ ചെയ്യാൻ അതേ മാർഗമാണ്. നമ്മുടെ ചാനലുകൾ വിഷലിപ്തമായിട്ടുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ചാനലുകളെ നമ്മൾ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുത്തണം. നമ്മുടെ പ്രചരണ സംവിധാനം ശക്തിപ്പെടുത്തണം. നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനം ശക്തിപ്പെടുത്തണം. ഇങ്ങനെയല്ല കേരളത്തിന്റെ യഥാർത്ഥ ബദലായിട്ട് അവതരിപ്പിക്കുന്ന LDF ഗവൺമെന്റിന്റെ ബദൽ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കാനുള്ള പോരാട്ടമാണ് ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടത്തിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം നേടിക്കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കൊക്കെ പങ്കാളികളാവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനശ്വരനായ സഖാവ് സുബ്രഹ്മണ്യ ശേനായിയുടെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി.